മോളെ, ഇരിക്കും മോളെ. മോളെന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഞാൻ ആദർശിന്റെ വീട്ടിൽ നിന്ന് മോളെ ഇവിടേക്ക് വരാൻ നിർബന്ധിച്ചത് ശരിയായില്ല എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെടാതിരിക്കാനാണ് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും എന്നോട് വരാൻ പറഞ്ഞതെന്നും എനിക്കറിയാം. അത് മാത്രമല്ല മോളെ, ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും അത് രൂക്ഷമാവും. അത് പിന്നെ കുഴപ്പമാവും. ഇപ്പൊ ഇങ്ങനെ അകൽച്ച ഉണ്ടാവുമ്പോൾ പതിയെ പതിയെ പഴയ രീതിയിലാവാൻ സഹായിച്ചേക്കും. അതുകൊണ്ട് മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. അച്ഛാ, സങ്കടവും ടെൻഷനും എല്ലാം എന്നേക്കാൾ കൂടുതൽ അച്ഛനിപ്പോ ഉണ്ടല്ലോ. അത് അച്ഛൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. മുൻപ് ഞാനിവിടെ നിന്ന് പോയ സമയത്ത് ടെൻഷനായി അച്ഛന് വയ്യാതായത് ഓർമ്മയുണ്ടല്ലോ. ആവശ്യമില്ലാത്തതൊന്നും എൻ്റെ മനസ്സിലില്ല മോളെ. എൻ്റെ മനസ്സിൽ മോളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതെല്ലാം അച്ഛന് ആവശ്യമാണ്. മോളുടെ സന്തോഷവും നല്ല ജീവിതവും മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അച്ഛൻ ചെയ്യുന്നതെല്ലാം വെറുതെ ആയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും കുറ്റബോധവും ഉണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? ഇപ്പൊ വിവാഹം വേണ്ടാന്ന് മോള് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് വിവാഹം നടത്തിയില്ലേ? നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമായിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഒടുവിൽ ഈ ബന്ധത്തിന്റെ പേരിൽ എന്റെ മോൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നില്ലേ? അതൊന്നും അച്ഛന്റെ തെറ്റല്ലല്ലോ. ഒരു ബന്ധത്തിൽ ഭാവിയിൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ? അതൊക്കെ വിധിയാ അച്ഛാ. അതെല്ലാം ഈശ്വര നിശ്ചയ. അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാനും എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനും മനസ്സിനെ തയ്യാറാക്കാനും നമുക്ക് സാധിക്കണം. ഈ ലോകത്ത് സങ്കടങ്ങൾ ഉണ്ടാവാത്ത ഏത് മനുഷ്യരാ ഉള്ളത്? ഓരോരുത്തരുടെയും സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും തീവ്രത അത് അനുഭവിക്കുന്ന ആളിന് മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ടാ സ്വന്തം പ്രശ്നങ്ങളും സങ്കടങ്ങളുമാണ് വലുതെന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നതും. മോള് പറയുന്നത് ശരിയാ. സത്യത്തിൽ മോളെ ആശ്വസിപ്പിക്കാനാ അച്ഛൻ വന്നത്. പക്ഷെ ഇപ്പൊ മോളോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിലെ ഭാരം കുറയുകയാ ചെയ്തത്. എല്ലാം ശരിയാവും അല്ലേ മോളെ? ശരിയാവും അച്ഛാ. ആദർശേട്ടന്റെ നിർബന്ധത്വം തെളിഞ്ഞ് ആദർശേട്ടൻ പുറത്തു വരും. അതോടെ വീട്ടിലെ പ്രശ്നങ്ങളും അവസാനിക്കും. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഭഗവാൻ കാണാതെ പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്നാലും ആ അഭിരാമിക്ക് എന്താ മോളോട് ഇത്ര ദേഷ്യം? അറിയില്ല അച്ഛാ. ചിലപ്പോ ആദ്യകാലങ്ങളിൽ ആദർശേട്ടന്റെ അമ്മ എനിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സംസാരിച്ചതൊക്കെ ചേച്ചിക്ക് ദേഷ്യം തോന്നാൻ കാരണമായിട്ടുണ്ടാവും. പിന്നെ ആദർശേട്ടൻ എന്നോട് കാണിക്കുന്ന അടുപ്പവും ഒരു പെങ്ങളെന്ന രീതിയിൽ അഭിചേച്ചിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ചെന്ന് കയറിയ ആളല്ലേ ഞാൻ. അഭിരാമിയും വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് പോയതല്ലേ മോളെ? പക്ഷെ അച്ഛാ, അഭിചേച്ചി വിഘ്നേശ്വരന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ആയിരിക്കും. എന്നാലും ഒരാളുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആരൊക്കെ വേദനിക്കേണ്ടി വരുന്നു, ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു, ഇതൊന്നും അവര് ചിന്തിക്കുന്നില്ലല്ലോ. ഇനി അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അച്ഛാ. ആദർശേട്ടൻ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടല്ലോ. അത്രയും നാള് എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാമല്ലോ. മോൾ അടുത്തുള്ളത് എനിക്ക് സന്തോഷം തന്നെയാ. എന്നാലും വിവാഹം കഴിച്ചയച്ച പെൺകുട്ടി ഭർത്താവില്ലാതെ വരുന്നതും വീട്ടിൽ നിൽക്കുന്നതും ഒരച്ഛൻ്റെ മനസ്സിൽ തീ തന്നെയാ മോളെ. അച്ഛൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ആദർശേട്ടൻ ഉടനെ ഇറങ്ങും. അത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. വേറൊന്നും ആലോചിക്കണ്ട.
നീ മീരെ കണ്ടിരുന്നോ? കണ്ടു. അവള് കാര്യങ്ങൾ എന്താണെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. അത് നിസ്സാര പ്രശ്നമല്ല സൂരജെ. അവര് മീരെ അവിടുന്ന് ഇറക്കി വിട്ടതാ. ഇറക്കി വിട്ടുന്നു? അതെ, കാര്യം ഹരിയേട്ടനെ വിളിച്ചു വരുത്തി മീരെ പറഞ്ഞയച്ചതാ. ആ മഹാദേവനെ കുറിച്ച് മീര സംസാരിച്ചതെന്തോ അവർക്കിഷ്ടമായില്ല. അതിന്റെ പേരിലാ ഈ പറഞ്ഞയക്കൽ. അതെന്ത് മര്യാദയാണ് അവർ ഈ കാണിച്ചത്? എന്നിട്ട് ഒന്നും പറയാതെ ഹരിയച്ചൻ മീരയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ? നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ചൊന്നും പറയില്ലെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാ അവർ ഈ അഹങ്കാരം കാണിക്കുന്നത്. ഹരിയേട്ടന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. ആരോടും എതിർത്തൊന്നും പറയില്ല. അതുകൊണ്ട് ആ മാധവി മാഡം വിളിച്ചപ്പോ ഞാനും ചെല്ലാന്ന് പറഞ്ഞതാ. പക്ഷെ ഹരിയേട്ടൻ സമ്മതിച്ചില്ല. ആ അഭിരാമി ആയിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ. അവരുടെ സ്വഭാവം അറിയാലോ. ഓഫീസിൽ ചെല്ലുന്ന ഓരോ തവണയും അവരെന്നോട് പെരുമാറുന്നത് പോലും എനിക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റില്ലായിരുന്നു. അത് ശരിയാ. അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം മീര കൂടി ആ വീട്ടിൽ നിന്ന് പോന്ന പിന്നെല്ലാം അവളുടെ നിയന്ത്രണത്തിലാവുമല്ലോ. എന്തായാലും ആദർശ് ജയിലില്ല. ഇനി എന്ന് പുറത്തു വരുമെന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പുമില്ല. അപ്പൊ പിന്നെ മീരയെ കൂടി ഒഴിവാക്കിയാൽ സ്വത്തെല്ലാം അവൾക്ക് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ. അങ്ങനെ ആവാനും സാധ്യതയുണ്ടമ്മേ. കാരണം ആദർശേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോലും ആ ദുഷ്ടയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അതിന് ശ്രമിക്കുന്നവരെ അവർ തടയുകയും ചെയ്യുന്നുണ്ട്. അതെ, അതുകൊണ്ട് മീരയെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയാലേ അത് ശരിയാവില്ല. ഈ പ്രശ്നം എങ്ങനെയും എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അത് വലുതായാൽ മീര ഒറ്റപ്പെടും. അതിന്റെ നഷ്ടം നമുക്ക് കൂടിയാ. നമ്മൾ ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ മീരയെ കൊണ്ട് നമുക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടിയല്ലേ? കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഒന്നും നടക്കില്ല. മീരയെ കൊണ്ട് അങ്ങനെ ഒരു നേട്ടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എടാ, മണ്ടത്തരം പറയാതെ നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മീര ഇവിടെ ഇങ്ങനെ നിന്നുപോയാ ആദർശ് പുറത്തിറങ്ങുമ്പോ അവന്റെ വീട്ടുകാർ അവനെ പറഞ്ഞു തിരുത്തി മീര ഉപേക്ഷിപ്പിക്കും. പിന്നെന്താ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് നീ പോയി ആദർശിനെ ഒന്ന് കാണണം. ആദർശിനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളും മീരയുടെ നിസ്സഹായ അവസ്ഥയും പറഞ്ഞ് മനസ്സിലാക്കണം. ആദർശേട്ടനെ ഞാൻ പോയി കാണാം. അത് അവരുടെ ബന്ധം കൊണ്ട് എനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനല്ല. മീര ഒരു പാവമാണ്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇനി ചെയ്യുകയില്ലെന്നും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മീരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. അതെന്തെങ്കിലും ആവട്ടെ, നീ ഏതായാലും കാര്യങ്ങൾ ആദർശിനെ പറഞ്ഞ് മനസ്സിലാക്കണം. പറയുമ്പോ കുറച്ച് കൂട്ടി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ജയിലിനകത്ത് വെച്ച് തന്നെ അവന്റെ വീട്ടുകാരും മീരയോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആദർശിനൊരു ധാരണയുണ്ടാവണം. അല്ലെങ്കിൽ നാളെ അവന്റെ അമ്മയും പെങ്ങളും പറയുന്നത് മാത്രമേ ആദർശ് വിശ്വസിക്കൂ. കൂട്ടിയും കുറച്ചൊന്നും പറയേണ്ട കാര്യമില്ല. മീരയ്ക്ക് ആ വീട്ടിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അത് ആദർശേട്ടനെ അറിയിക്കണമെന്ന് പലപ്പോഴും ഞാൻ ഓർത്തതുമാണ്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനൊരു കാര്യം അറിഞ്ഞ അത് ആദർശേട്ടന് കൂടുതൽ ടെൻഷൻ ആവുമല്ലോ എന്ന് കരുതിയ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ഇത്രയും നാളും വീട്ടിൽ വെച്ചുള്ള ഉപദ്രവം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഓഫീസിൽ വെച്ചും അഭിരാമി നിന്നോടും മീരയോടും മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. ആദർശിനെ ഓർത്താ ഞാനത് കാര്യമാക്കാതിരുന്നത്. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനിയും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാ നഷ്ടം നമുക്കാ. ഒന്നുകിൽ അവർ മീരെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോണം, അല്ലെങ്കിൽ ആദർശും മീരയും മാറി താമസിക്കണം. രണ്ടിലൊരു തീരുമാനം ഉണ്ടാവണം. ഹരിയേട്ടൻ ഒരിക്കലും മീരയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയോ ആദർശിനോട് പോയി സംസാരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ മതിയാവൂ. അതാ ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. മീരയ്ക്ക് വേണ്ടി ഞാൻ പോവാം. അല്ലാതെ മീര ഇവിടെ നിൽക്കുന്നതിലോ ഹരിയച്ഛൻ അവളെ സംരക്ഷിക്കുന്നതിലോ എനിക്ക് യാതൊരു പരാതിയുമില്ല. പിന്നെ എൻ്റെ സഹോദരി എന്നോടൊപ്പം നിൽക്കുന്നത് തന്നെ എനിക്കിഷ്ടം. പക്ഷേ വിവാഹം കഴിച്ചു വെച്ച പെങ്ങളെ സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ പിടിച്ച് നിർത്തുന്നതും ശരിയല്ലല്ലോ. തൽക്കാലം നീ പോയി ആദർശിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി, ഞാൻ പോവാമേ.
ഇതെന്താ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് തേക്കുന്നത്? വിഘ്നേഷ് ഏട്ടന് നാളെ ഇടാനുള്ള ഡ്രസ്സാ. അതെന്ത് പറ്റി? പതിവില്ലാത്ത പരിപാടിയൊക്കെ. രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഇത് എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ പോലും ചെയ്യാത്ത ആളാ. പിന്നെന്താ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. മനസ്സിൽ സന്തോഷമുള്ളപ്പോ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ജീവിതം മെച്ചപ്പെടുത്തണമെന്നും കൂടെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും തോന്നും. അങ്ങനെ അല്ലാത്ത അവസ്ഥകളിലാണ് നമ്മൾ എങ്ങനെ ആയാലും എന്താ, ജീവിതം പോകുന്ന വഴിക്ക് പോട്ടെ എന്നൊക്കെ ചിന്തിക്കും. ആഹാ, അങ്ങനെയാണോ? ആ, ഇത്ര സന്തോഷം തോന്നാൻ എന്താ കാരണം? അതറിഞ്ഞാ എന്നും അങ്ങനെ ചെയ്യാലോ. എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടുന്ന കാര്യമല്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഇതുവരെ നല്ലൊരു ഭാര്യ ആയിരുന്നില്ല എന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോ അങ്ങനെ അങ്ങ് വന്നുപോയതാ. നീ സന്തോഷത്തിന്റെ കാരണം പറ അബി. അതെ, നിങ്ങളൊന്നും ചെയ്തിട്ടല്ല എന്റെ മനസ്സിന് സന്തോഷം ഉണ്ടായത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ തന്നെയാ. മനസ്സിലായില്ല. മീര ഇവിടുന്ന് പോയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഓ, അതായിരുന്നോ? എന്താ, അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ട്. ശരിക്കും അതൊരു നല്ല കാര്യം തന്നെയാ. മീര പോയത് തനിക്ക് സന്തോഷായില്ലേ? ഇനി അതിപ്പറ എന്ത് നല്ല കാര്യം ഉണ്ടാവാനാ? അബിയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. അതുകൊണ്ട് ആര് പോയാലും വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മയെ ഈ രീതിയിലൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്ന് അറിയാമോ? ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യവും നിരന്തരം പരിശ്രമിച്ചാൽ സാധിക്കുമെന്നും നമുക്കായി അവസരങ്ങളുടെ വാതിൽ എപ്പോഴെങ്കിലും ഒക്കെ തുറക്കപ്പെടുമെന്നും കേട്ടിട്ടില്ലേ? അങ്ങനെയുണ്ടോ? ആ, അങ്ങനെയുണ്ട്. ആ, എന്നാ ഉണ്ടാവും. ഞാൻ പോലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താ മീര തന്നെ മഹാദേവനങ്ങളുടെ കാര്യവും പറഞ്ഞ് അമ്മയുമായി ക്ലാഷ് ആയത്. ആ ചാൻസ് ഞാൻ അങ്ങ് ഉപയോഗിച്ചു. അതോടെ അമ്മ എന്റെ ട്രാക്കിലായി. അന്ന് തന്നെ മീരയുടെ അച്ഛനെ വിളിച്ചു വരുത്തി അവളെ പറഞ്ഞയച്ചു. അതൊക്കെ ശരിയാ. പക്ഷെ മീര മഹാദേവൻ അങ്കിളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ സത്യമാവാനാണ് സാധ്യത. അയാളുടെ കാര്യം കാണാൻ എന്തൊക്കെ ഉടായ്പകളും കള്ളത്തരങ്ങളും അങ്ങേര് കാണിക്കുമെന്ന് മറ്റാരെക്കാളും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പണ്ടാ കമ്പനിയിലെ സമരം ഞാൻ ഒത്തുതീർപ്പാക്കിയത് പൊളിച്ചിട്ട് അതിന്റെ കുറ്റം എന്റെ തലയിൽ കൊണ്ടുവന്നിട്ടത് നീ മറന്നിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ എന്റെ ആവശ്യം മീരെ പുറത്താക്കുകയായിരുന്നു. അതിന് ഉപകാരം ഉണ്ടായത് മഹിയങ്ങളിനെ കൊണ്ടാ. നമുക്ക് വേണ്ട കാര്യം ആരിലൂടെ സാധിച്ചാലും അയാൾ നമുക്ക് കൺകണ്ട ദൈവമാണ്. അതുകൊണ്ട് പഴയ കാര്യമൊന്നും മനസ്സിൽ വെക്കണ്ട. അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതാണോ? അതെ, മഹിയങ്ങളുടെ കുറ്റം പറഞ്ഞതിനാ മീരെ അമ്മ പറഞ്ഞു വിട്ടത്. അതിന് വക്കാലത്തും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്നാ അമ്മ നിങ്ങളെയും പറഞ്ഞു വിടും. അയ്യോ, ഞാൻ എന്തിനാ മീരയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത്? എനിക്കിവിടെ എന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാ മീരയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോകുന്നത്. അതല്ല, കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കാണുമ്പോ നിങ്ങൾക്കൊരു ഇളക്കമുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഉഫ്, എനിക്കൊരു ഇളക്കവും ഇല്ലേ. ഞാനൊരു സത്യം പറയട്ടെ? പറ. എന്റെ മനസ്സിലെ നിന്റെ രൂപം മാത്ര. നീയാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതില് വേറെ ആർക്കും ഒരു സ്ഥാനവുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് കേട്ടാ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയത്. എടി, അതിന് നിനക്കിപ്പോ എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഈ വീട്ടിൽ ആ മീര കാലുകുത്താൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതെങ്ങനെ? ആദർശ് വരുമ്പോ മീരയും കൂടി തിരിച്ചു വരില്ലേ? ഇല്ല. അതിനു മുമ്പ് തന്നെ അവൾ ഈ വീട്ടിൽ കാലുകുത്താത്ത രീതിയിൽ ഞാൻ വേണ്ടത് ചെയ്തു വെക്കും. എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അതൊക്കെയുണ്ട്. വല്ല കൊട്ടേഷനും ആണോ? ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് അബി. അവസാനം നീയേ അവനെ പോലെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇത് കൊട്ടേഷനും കോൺട്രാക്റ്റും ഒന്നും അല്ല. ആദർശും മീരയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാത്ത വിധം രണ്ടിനെയും തമ്മിൽ അകറ്റി രണ്ട് ധ്രുവങ്ങളിലാക്കാൻ എനിക്കറിയാം. അതെങ്ങനെ? അതൊക്കെ നിങ്ങൾ കണ്ടോ. ആദർശേട്ടാ, സൂരജ് ഒറ്റയ്ക്കാണോ വന്നത്? അതെ. ഞാൻ കരുതി മീരയും വന്നിട്ടുണ്ടാവുമെന്ന്.
മീരയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. മീര വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ? അത് ആദർശേട്ടൻ്റെ അമ്മ ഹരിയച്ചനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മീരയെ ഹരിയച്ചനോടൊപ്പം അയച്ചു. ഇനി ആദർശേട്ടൻ തിരിച്ചു വന്നിട്ട് മീര ചെന്നാൽ മതി എന്നാ അമ്മ പറഞ്ഞത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഉടനെ തന്നെ അമ്മയോട് എന്നെ വന്ന് കാണാൻ വക്കീൽ വഴി അറിയിക്കാം. ഈ പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കണം. ആദർശേട്ടാ, ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. മീര വീട്ടിൽ വന്നത് എങ്ങനെയാന്ന് ആദർശേട്ടൻ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ധാരണയുണ്ടല്ലേ? അഭിരാമി ചേച്ചിക്ക് മീരയോടും എന്നോടും ഞങ്ങളെല്ലാവരോടും എന്തോ പ്രശ്നമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും മീരയുടെ ഈ വരവും. പക്ഷെ പ്രശ്നമായിട്ട് പറഞ്ഞത് മീര മഹാദേവൻ അങ്കിളിനെ കുറിച്ച് എന്തോ ആദർശേട്ടൻ്റെ അമ്മയോട് പറഞ്ഞുവെന്നും അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുമാണ്. ഇതൊക്കെ ആദർശേട്ടൻ്റെ ചെവിയിലെത്തുന്നത് ഏത് രൂപത്തിലായിരിക്കുമെന്ന് എനിക്കൊരു അറിവുമില്ല. ആരെങ്കിലും എന്തെങ്കിലും നുണകൾ പറഞ്ഞു തന്ന് ആദർശേട്ടന് തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അറിഞ്ഞ വിവരങ്ങളെല്ലാം വന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി സൂര്യ. പിന്നെ മീരയെക്കുറിച്ച് ആരെന്നോട് എന്തോ എന്ന് പറഞ്ഞാലും ഞാനത് നല്ല കാര്യമാണെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. മീര ഒരിക്കലും ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലോ മറ്റാർക്കെങ്കിലും കുഴപ്പമുണ്ടാവുന്ന രീതിയിലോ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. എന്നാലും അറിയിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. മീര ഒരിക്കലും ഇതൊന്നും ആദർശേട്ടനോട് പറയില്ല. ആദർശൻ്റെ അമ്മയും അഭിചേച്ചിയും പ്രതിസ്ഥാനത്ത് നിർത്താൻ മീര ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഹരിയച്ചൻ വന്ന് വിളിച്ചപ്പോൾ കൂടെ വന്നുവെന്നോ മറ്റോ നുണ പറയും. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനെ കണ്ട് പറയാമെന്ന് തീരുമാനിച്ചത്. മനസ്സിലായി. സൂര്യ വന്ന് പറഞ്ഞത് എന്തായാലും നന്നായി. കാര്യം അറിയാൻ സാധിച്ചല്ലോ. പിന്നെ ആദർശേട്ടാ, ഇതിൻ്റെ പേരിലൊരു സംസാരവും ചോദ്യവും പറിച്ചിട്ടൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ആദർശേട്ടൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാതെ അമ്മയോടോ അഭിചേച്ചിയോടോ ഇവിടെ വരുമ്പോൾ ഒരു സംസാരം ഉണ്ടായ എല്ലാവരും മീരയെ തെറ്റിദ്ധരിക്കാനാ സാധ്യത. മീര ഇവിടെ വന്ന് എല്ലാ ആദർശേട്ടനോട് പറഞ്ഞു എന്നേ എല്ലാവരും കരുതും. സൂരജ് പേടിക്കണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആദർശേട്ടന് എന്തെങ്കിലും ആവശ്യം എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതുണ്ടെങ്കിൽ പറയണം, ഞാനത് ചെയ്യാം. ഇവിടെ എനിക്ക് എന്താ ആവശ്യം സൂരജ്? പിന്നെ ഇനി വരുമ്പോൾ സൂരജ് മീരയെ കൂടി കൊണ്ടുവരണം. കൊണ്ടുവരാം. ശരി. എന്നാ ഞാൻ ചെല്ലട്ടെ ആദർശേട്ടാ. ശരി. എല്ലാവരും ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം. ശരി. ആ, മീരയോ? എവിടേക്കാ? ക്ഷേത്രത്തിലേക്ക് തന്നെയാ? ആ അതെ. കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നതോടെ ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ശരിയായി. മുകുന്ദേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ അങ്ങനെ ഒരു ഐഡിയ ഞാൻ ചെയ്തത്. ആ, അതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായി മീരയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ജീവിതം ഈശ്വരനിൽ അർപ്പിച്ചവരെ ശരിയായ വഴിയിൽ കൊണ്ടുപോകേണ്ടത് ഈശ്വരന്റെ കടമയാണല്ലോ. ശരിയാ. ആ സമയത്ത് അങ്ങനെ ഒരു ഐഡിയ ഭഗവാൻ മുകുന്ദേട്ടനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും. പലപ്പോഴും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് വഴികാട്ടിയാവുന്നത് മുകുന്ദേട്ടൻ പറയുന്ന വാക്കുകൾ തന്നെയാ. ഈ ജന്മത്തിൽ മീരയ്ക്ക് വഴികാട്ടിയാവാൻ ഈശ്വരൻ എന്നെ ആയിരിക്കും ചിലപ്പോൾ നിയോഗിച്ചിട്ടുണ്ടാവുക. ഇനി ആദർശേന്റെ കാര്യത്തിലും കൂടി ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. ഒരു തെറ്റും ചെയ്യാതെ ആദർശേട്ട ശിക്ഷ അനുഭവിക്കുക. അറിയാതെ ചെയ്തു പോയ കർമ്മങ്ങളുടെ ദോഷവും സമയദോഷവും മാറാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ല മുകുന്ദേട്ട? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നാ ആദർശന് വേണ്ടി ഞാനത് ചെയ്യാം. എന്തൊക്കെ ചെയ്താലും ചില അവസ്ഥകളും സാഹചര്യങ്ങളും ഒന്നും നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല മീര. അത് പ്രപഞ്ച നിയമമാണ്. അത് അതിൻ്റെതായ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും. ആ നിയമത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. ഈശ്വരൻ മനുഷ്യാവതാരത്തിൽ വരുമ്പോഴും ഇതെല്ലാം ബാധകമാണ്. അപ്പൊ പിന്നെ ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം പറയണോ? അപ്പോ ആദർശന് വേണ്ടി ഒന്നും ചെയ്യാനില്ലെന്നാണോ മുകുന്ദേട്ടൻ പറയുന്നത്? മീരയെ കൊണ്ടാവുന്നതെല്ലാം മീര ചെയ്തില്ലേ? ഇനി നമുക്ക് നോക്കാം.